ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അവസരം ലഭിക്കാത്ത എത്രയോ ആളുകൾ ഈ ഭൂമുഖത്തുണ്ട്. എന്നാൽ ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാനും ദൈവത്തിൻ്റെ ആലോചന കേൾപ്പാനും ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം പ്രാപിക്കുവാനും ഒക്കെ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാതെ പോകരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് 100% പ്രാധാന്യം നൽകി അത് അനുസരിപ്പാനും വിധേയപ്പെട്ട് മുന്നേറുവാനും നമ്മൾ പരിശീലിക്കണം. അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മളെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ ചെറിയ ചിന്ത നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം വായിക്കട്ടെ. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ലോകത്തിൽ അനുസരണ എന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ള പദമാണ്. അനുസരിക്കുക എന്നത് അനുഗ്രഹിക്കപ്പെടുന്നതിനുള്ള ആദ്യ പടിയാണ് എന്നും നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ദൈവം നമ്മോട് എന്ത് കൽപ്പിച്ചാലും ദൈവം നമ്മോട് എന്താവശ്യപ്പെട്ടാലും നമ്മൾ അനുസരിക്കാൻ തയ്യാറാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് നിവർത്തിക്കാൻ കഴിയാതെ നമ്മൾ പോയിട്ടില്ലേ, തീർന്നിട്ടില്ലേ എന്നത് നാം സ്വയം ഒന്ന് ശോധന ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കും, ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കും, വായിക്കും, ധ്യാനിക്കും, പ്രാർത്ഥിക്കും, ഒക്കെ ശരിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾ 100% അംഗീകരിച്ച് ദൈവം ഏതെല്ലാം നിലകളിൽ നമ്മെ തിരിച്ചുവിടാൻ ആഗ്രഹിക്കുന്നു ആ നിലയിലേക്ക് 100% നമ്മൾ മനസ്സ് വെച്ച് തിരിയുവാൻ പലപ്പോഴും സന്നദ്ധരാകുന്നില്ല എന്നത് എത്ര ഖേദകരമായ അവസ്ഥയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം പോലെ ആയിരിക്കണം. അതായത് ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അവൾ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ദൈവം ഓർക്കുമെന്നുള്ളത് വാസ്തവമാണ്. ഇബ്രായ ലേഖന കർത്താവ് വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ നോഹയെ ഓർക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇങ്ങനെയാണ് ആ വാക്യം വായിക്കുന്നത്: വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. നോഹ ഒരു പെട്ടകം പണിഞ്ഞു എന്നതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് എബ്രായ ലേഖനം പഠിക്കുമ്പോഴാണ്. കാരണം നോഹ ചെയ്തത് അതുവരെ കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അങ്ങനെ തന്നെ വിശ്വസിച്ച് അതിൻ പ്രകാരം തൻ്റെ ചുവടുകൾ നീക്കിച്ചവിട്ടാൻ തുടങ്ങി. ദൈവത്തിൻ്റെ അരുളപ്പാട് തനിക്ക് ലഭിച്ചപ്പോൾ ഭയഭക്തി പൂണ്ട് ഒരു പെട്ടകം പണിതെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിച്ചത് യഹോവ നോഹയോട് കൽപ്പിച്ചതൊക്കെ അങ്ങനെ തന്നെ നോഹ ചെയ്തു എന്നാണ്. ദൈവത്തെ അനുസരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ദോഷമായി തീരുകയില്ല എന്ന് തന്നെയുമല്ല, ദൈവത്തെ അനുസരിക്കുന്ന നിമിത്തമായി ഏതെല്ലാം നിലകളിലുള്ള അനുഗ്രഹം നമ്മിലേക്ക് എത്തിച്ചേരണമോ അത് മുഴുവനും ദൈവം നമുക്ക് നൽകി തരാതിരിക്കില്ല. ദീർഘവർഷങ്ങളിലെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച തൻ്റെ സന്തതിയായ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മടിയും കൂടാതെ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര തിരിച്ച അബ്രഹാം യാഗത്തിൻ്റെ മുഴുവൻ ക്രമീകരണങ്ങളും വരുത്തി തൻ്റെ മകനെ തന്നെ, താൻ ഏറ്റവും സ്നേഹിക്കുന്ന മകനെ തന്നെ യാഗം കഴിക്കാനുള്ള അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ വാൾ ഓങ്ങിയപ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത്. അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന ശബ്ദത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് അതിനപ്പുറമായി ദൈവം അവിടെ ഒരു കരുതൽ തനിക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരുന്നു. അതായത് ഏതൊരു കാര്യത്തിനു വേണ്ടി മോറിയ മലയുടെ മുകൾ വരെ അബ്രഹാം എത്തിയോ അവിടെ തന്നെ ദൈവം അബ്രഹാമിന് വേണ്ടിയിട്ട് ഒരു ആട്ടുകൊറ്റനെ കരുതിയിരുന്നു. നമ്മൾ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ഏത് വിഷയത്തിനു മേലും ദൈവത്തിൻ്റെ ഒരു കരുതലും നമുക്ക് വെളിപ്പെടുത്തി തരാതിരിക്കില്ല. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏത് നിമിഷങ്ങളും അങ്ങയെ സ്നേഹിപ്പാനും സേവിപ്പാനും മാത്രമല്ല അങ്ങയെ പൂർണ്ണമായിട്ട് അനുസരിപ്പാനുള്ള
ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.